ഹലോ ഗായ്സ്, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇപ്പം യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ത്രെഷോൾഡ് കാണിക്കാത്ത ഇഷ്യൂവും അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മളെ ചാനൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യത്തിനെ കുറിച്ചിട്ടാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മോണിറ്റൈസേഷൻ ഒക്കെ കിട്ടിയ ചാനൽസ് ആണെങ്കിൽ നമ്മൾ രാവിലെ ഉറക്കം എണീക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യമേ നോക്കുന്നത് നമുക്കിപ്പോൾ എത്ര ഡോളറായി അല്ലെങ്കിൽ ഡോളർ നമുക്ക് വിഡ്രോ ചെയ്യാറായോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പം കൂടുതൽ പേരും രാവിലെ എണീറ്റ് നോക്കിയ സമയത്ത് മോണിറ്റൈസേഷൻ ഒക്കെ ആയ ചാനൽസ് നോക്കിയ സമയത്ത് ആ ഒരു ത്രെഷോൾഡ്, അതായത് നമ്മൾ സ്ഥിരം കാണുന്ന ഡോളർ, സാധാരണ നമുക്ക് $100 ആകുമ്പോഴാണ് വിഡ്രോ ആവുന്നത്. അപ്പം $100 എത്തുന്ന ആ ഒരു ഐക്കൺ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കും. ഇപ്പം എത്ര ഡോളർ ആയെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കാണിക്കും. $97, $90 അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ $50, ചിലപ്പോൾ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ടാവുള്ളൂ. ചിലവർക്ക് അതിൽ കൂടുതലായിരിക്കും കാണിക്കുന്നത്. ഒരു മാസം ചിലപ്പം $1000, $2000 ഒക്കെ കിട്ടുന്നവരും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ത്രെഷോൾഡ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു റവന്യൂ കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വെറീഡ് ആവണ്ട. ഓക്കെ, അത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പിനകത്ത് ഇപ്പം ഒരുപാട് പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം 2025, അതായത് ഇപ്പം 2025 ഓരോ വർഷം ആകുമ്പോഴത്തേക്കും യൂട്യൂബ് സ്റ്റുഡിയോയും അതുപോലെ യൂട്യൂബിൻ്റെ പോളിസീസും കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റഡ് ആവും. അപ്പോൾ ഇനി അത് ചിലപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് ചിലപ്പം ആ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പോലത്തെ ഐക്കൺ ആയിരിക്കത്തില്ല, ചിലപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇഷ്യൂ രാവിലെയാണ് സ്റ്റാർട്ടായത്. ഞാനും ഉറക്കം എണീറ്റ സമയത്ത് എനിക്ക് ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇതേപോലെ അപ്ഡേറ്റ് നടക്കുന്നതുകൊണ്ടുള്ള കാര്യമാണെന്നുള്ളത്. ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ആ ഒരു ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. എത്രയാണ് റവന്യൂ എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഐക്കൺ പഴയതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പുതിയതായിട്ട് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ ആ ഒരു പഴയ ഐക്കൺ എങ്ങനെ ആണോ ഇരുന്നത് അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ഇനി മോണിറ്റൈസേഷൻ ഒന്നും ആവാത്ത ചാനലുകൾ ടെൻഷൻ അടിക്കണ്ട. ഇത് മോണിറ്റൈസേഷൻ ആയ ചാനൽസിനാണ് ആ ഒരു ഡോളറിന്റെ സിമ്പിൾ കാണിക്കുന്നത്, ഇപ്പം കാണിക്കാത്തത്. ഓക്കെ, അപ്പം മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മോണിറ്റൈസേഷൻ ആവുന്നത് അല്ലേ. ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവുന്നത്. എന്നിട്ട് ആയ സമയത്ത് കിട്ടിയ ഡോളർ കാണാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ വരും. അപ്പം അത് ഇതുവരെ റെഡി ആയിട്ടില്ലാത്തൊരു വിഷമിക്കേണ്ട. ഒന്നെങ്കിൽ 24 hours റെഡി ആവും, അല്ലെങ്കിൽ 48 hours റെഡി ആവും. ഓക്കെ, ഇപ്പം എനിക്ക് എന്തായാലും ആ ഒരു ഇഷ്യൂ മാറിയിട്ടുണ്ട്. ആ ഒരു ബഗ്, ആ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ബഗ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഓരോ പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കുമ്പോഴാണ് ഇതേപോലെ ബഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഇഷ്യൂ. അതിനെക്കുറിച്ച് ഇത് ടെൻഷൻ ആവണ്ട, അത് ഓട്ടോമാറ്റിക്കലി റെഡി ആയിക്കോളും. ഇനി രണ്ടാമത്തെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്ന നോട്ടിഫിക്കേഷൻ ആണ് നമ്മളെ ചാനൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്ന ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മളെ മെയിലിലേക്കായിരിക്കും പോകുന്നത്. അതായത് നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഏത് മെയിൽ ഐ ഡി ആണോ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത് ആ ഒരു മെയിൽ ഐ ഡിയിലേക്കായിരിക്കും, ആ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും അത് പോകുന്നത്. അപ്പോൾ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാനായിട്ട് പറ്റും. അത് ടേൺ ഓഫ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അത് ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ക്രോമിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡൗൺലോഡിങ്ങിൻ്റെ കൂടെ ചിലപ്പോൾ എന്തെങ്കിലും ബഗ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചില സമയത്ത് കാണാനായിട്ട് പറ്റും നമ്മളെ ഫോൺ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് യൂസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ആയിരിക്കും. കാര്യം ഈ പറയുന്ന പോലെ നമ്മൾ കുറേ വെബ്സൈറ്റ്സിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ കുറേ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ബഗ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതേപോലെ ഫോൺ മൊത്തത്തിൽ സ്ലോ ആവുന്നത്. പിന്നെ അങ്ങനത്തെയൊക്കെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതല്ലാതെ വേറെ ഫോൺ സ്ലോ ആവാനുള്ള വേറെ ടെക്നിക്കൽ പരമായിട്ടുള്ള റീസൺ ഉണ്ട്. ഞാനിപ്പോൾ അതിലൊരു റീസൺ ആണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട്, അതായത് മോണിറ്റൈസേഷനൊക്കെ ആയ ചാനൽസ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. യൂട്യൂബ് മാത്രമല്ല, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഒക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ അറിയാതെ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നയോ അല്ലെങ്കിൽ ഇതുപോലെ നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നല്ലാതെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പറയുന്നത് പോലെ ഇഷ്യൂസ് വരുന്നത്. അപ്പം അത് വരുന്ന സമയത്ത്, അങ്ങനെ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിനെ, ഗൂഗിൾ അക്കൗണ്ടിനെ അത് ബാധിക്കാതിരിക്കാനായിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ടേൺ ഓൺ ആക്കേണ്ടത്. ഓക്കെ, ടേൺ ഓൺ ആക്കുന്നത് 24 hours കഴിയുമ്പോഴത്തേക്കായിരിക്കും അത് റെഡി ആവുന്നതെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ടേൺ ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത് വന്ന നോട്ടിഫിക്കേഷൻ.
അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഉടനെ. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ഏതാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം മൈക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അടുത്ത പാർട്ടിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്